മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാനോ സെറാമിക് ഓടുകൾ വിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭംഗി, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എത്ര രൂപയാണ് അതിന് എക്സ്പെൻസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ അപ്സ്റ്റെയർ നാനോ സെറാമിക് ഓടുകൾ ഉപയോഗിച്ചിട്ടാണ് റൂഫിങ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അപ്സ്റ്റെയറിൻ്റെ ഡിസൈനിങ്ങിലും റൂഫ് ലേയിങ്ങിലും ഒക്കെ കമ്പനിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റാഫായിട്ട് ജെറിൽ നമ്മളോട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്തുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ജെറിലിനെ ഞാൻ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നാനോ സെറാമിക് ഓട് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിനെയും അതിറക്കുന്ന കമ്പനിയെയും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ഗ്രാനോ സെറാമിക്സ് എന്നാണ്. ഗ്രാനോ സെറാമിക്സ് കമ്പനിയുടെ നാനോ സെറാമിക്സ് എന്നാണ് നമ്മുടെ റൂഫിംഗ് ടൈലിന്റെ പേര് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു ഓടുകളെക്കാളും നാനോ സെറാമിക് ഓടുകൾക്കുള്ള ബെനിഫിറ്റ് ആയിട്ട് എന്താണ് കമ്പനി? നമ്മൾ ഒന്നാമത് പറയുന്നത് തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. 400 ഗ്രാമാണ് നമ്മുടെ ഓടിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത മോഡലിൽ 600 ഗ്രാമാണ് വെയിറ്റ് വരുന്നുള്ളൂ. എത്ര മോഡലുകൾ ഉണ്ട്? നമുക്കിപ്പോൾ നിലവിൽ 2 മോഡലുണ്ട്. ഇതാണ് നമ്മുടെ 2 മോഡലുകൾ വരുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്നതും ഒരു ജാപ്പനീസ് സ്റ്റൈൽ വരുന്നതും. ഇത് ഏത് സീരീസിലാണ് വരുന്നത്? EU സീരീസിലാണ് വരുന്നത്. ഇത് വരുമ്പോൾ ജാപ്പനീസ് സീരീസിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ 2 മോഡൽ ഇപ്പൊ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. രണ്ടും മാറ്റ് ഫിനിഷിൽ വരുന്ന മാറ്റ് ഫിനിഷിലാണ് രണ്ടും വരുന്നത്. കമ്പനിക്ക് ഗ്ലോസി അല്ലെങ്കിൽ സെമി ഗ്ലോസി ഫിനിഷുകളൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ കുറച്ചുകൂടി ലക്ഷറി ലുക്കിൽ കിട്ടുന്നത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് നമ്മൾ മാറ്റ് ഫിനിഷിലാണ് കൂടുതലും പ്രൊഡക്റ്റ് ഇറക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, രണ്ടാമത് പറയുന്നതാണെങ്കിൽ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്, 2 ചൂട് വളരെയധികം ചൂട് കുറവാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ പുറയിൽ കാണുന്ന വീട് ഒരു ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. അവർ ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് എന്താണ് അവർ ഫീൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് അവരുടെ അഭിപ്രായം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്മുടെ കമ്പനി പറയുന്നത് ഒട്ടും, അതായത് നമ്മുടെ നോർമൽ സ്പാനിഷ് സ്റ്റൈലോ അല്ലെങ്കിൽ ടിൻ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഷിംഗിൾസോ അതിനേക്കാളൊക്കെ ഒരു 40 to 50% വരെ ചൂട് കുറവായിരിക്കും എന്നാണ് നമ്മുടെ കമ്പനിയുടെ അവകാശവാദം. നമ്മൾ പറയുന്നത് മാത്രം നോക്കണ്ട, കസ്റ്റമറായിട്ട് നമുക്ക് സംസാരിക്കാതെ റൂഫ് ലോഡുകൾ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ വെയിറ്റ്ലെസ് അനുഭവപ്പെടുന്നുണ്ട്. ഇത് രണ്ടും 2 സൈസിലാണല്ലേ? 2 സൈസിലാണ് വരുന്നത്. സൈസുകളൊന്ന് പറയാം. ജെ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിരിച്ചതിന് ശേഷം 0.71, അതായത് 3/4 സ്ക്വയർ ഫീറ്റിന് പൊടിക്ക് താഴെയാണ് നമുക്ക് ഇതിന് സൈസ് കിട്ടുന്നത്. അതായത് ഓവർലാപ്പിംഗ് കവറേജ് കിട്ടുന്നത് നമുക്ക്. അതേസമയം ഇതാണെങ്കിൽ നമുക്ക് കവറേജ് 1 സ്ക്വയർ ഫീറ്റ് കിട്ടും. പ്രൊഡക്റ്റ് മോഡൽ വ്യത്യാസം ഉള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 2 മോഡലാണെങ്കിലും ക്വാളിറ്റിയിലും ഒന്നും യാതൊരു വ്യത്യാസമില്ല. കവറേജിൽ മാത്രം നേരിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഏതൊക്കെ കളർ വേരിയന്റുകൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 7 കളറോളം അവൈലബിൾ ആണ്. ഞാൻ കളറിന്റെ സാമ്പിൾ എല്ലാം കാണിച്ചു തരാം. ഏതൊക്കെ കളറിലാണെന്ന് പറയാം. നമുക്കിപ്പോൾ ഒരു ഗ്രീൻ കളർ ഉണ്ട്, അതുപോലെ തന്നെ കോഫി ബ്രൗൺ ഉണ്ട്, ഗ്രേയുടെ 2 ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കളർ ഉണ്ട്, പിന്നെ നമ്മുടെ സാധാ വുഡിന്റെ കളർ ഉണ്ട്, ടെറാക്കോട്ട ഉണ്ട്. ഇത്രയും 7 കളറിലാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നത്. റേറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് ഇത് വ്യത്യാസം? റേറ്റ് വരുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓടിന് പെർ പീസിന് 95 സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പെർ പീസിനാണ്, സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല. ആ സമയം ഇതിലേക്ക് വരുമ്പോൾ 145 നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. പെർ പീസിന് തന്നെയാണ്. ഇത് 1 സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടും. ഇതിന്റെ കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണല്ലോ നമ്മൾ ഡ്രസ് വർക്കുകൾ ചെയ്യുക എന്ന്. തീർച്ചയായിട്ടും നമ്മൾ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ് അടക്കം വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമ്മൾ ഡ്രസ് അടക്കം വന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ല, നമുക്കിപ്പോൾ പാർട്ടിക്ക് അവിടെ ലോക്കലായിട്ടുള്ള ഫാബ്രിക്കേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെക്നിക്കൽ ടീമുണ്ട്. അവർ നമ്മുടെ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ ഫാബ്രിക്കേറ്ററോ നമ്മുടെ ഭാഗത്തുനിന്ന് വിളിച്ച് ഫുൾ അഡ്വൈസ് കൊടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവർ വീഡിയോ കോളിലൂടെ നോർമൽ കോളിലൂടെ വിളിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ ഫാബ്രിക്കേറ്റർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് അത് കണ്ടാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോസസ്സിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം, സ്ക്രൂയിങ് സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിന് ശരിക്കും ഒരു ഹോളാണ്, ഒരു ഓടുമേ ഉള്ളൂ. പക്ഷെ നമുക്ക് സ്ക്രൂ ചെയ്ത് വരുമ്പോൾ 2 ഓടുകൂടെയും കണക്റ്റ് ആയിട്ട് രണ്ടാമത്തെ സ്ക്രൂ വരും. അതായത് ഒരു ഓടുമയ്ക്ക് 2 സ്ക്രൂവിന്റെ പിടുത്തം വരും. കോമൺ ആയിട്ട് സ്ക്രൂ വരും. അതാണ്. പിന്നെ നമുക്ക് അത് കൂടാണ്ട് അടിയിൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ഫുള്ളിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയും പിടുത്തം കിട്ടും. പിന്നെ കൂടാണ്ട് ഇതിന്റെ മെയിൻ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ 3 ഹോളുകളാണ്. ഇതാണ് മെയിൻ ആയിട്ട് ടൈലിൽ ഇന്റർലോക്കിംഗ് ചെയ്ത് നിർത്തുന്നത്. നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ. ഈ 2 ഗാഡി താഴെയുണ്ട്. നമ്മുടെ ഈ ഹോളിലേക്ക് ഗാഡി വെക്കുക, ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക.
വലിയൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ, വലിയൊരു വിൻഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്? 400 ഗ്രാം അല്ലെങ്കിൽ 600 ഗ്രാം ഉള്ളത് കൊണ്ട് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, കാറ്റടിച്ചാൽ പറന്നു പോകുന്നുള്ളത്. അതെ, നമുക്ക് നമ്മുടെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തോട് നമുക്ക് അത്രയും വിശ്വാസ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും കാറ്റത്ത് പറന്നു പോകത്തില്ല. എത്ര കാറ്റടിച്ചാലും പറന്നു പോകത്തില്ല. നമുക്ക് ഇതിന് മെയിനായിട്ട് പറയുന്നത് ഇപ്പം ഈ ഓടിനാണെങ്കിൽ തന്നെ നമുക്ക് 2 സ്ക്രൂവും 2 ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. നമ്മുടെ ഓടുകൾ തമ്മിലെല്ലാം കണക്റ്റ് ആയിട്ട് പിടുത്തം വന്നിരിക്കുന്നത്. ഒരു ഓടിൽ നിന്ന് അടുത്ത ഓടിലേക്കൊക്കെ പിടുത്തം വന്നിരിക്കുന്നത്. അപ്പം 4 ഓടിൻ്റെ പിടുത്തം ഒരു ഓടിലേക്ക് വരും. എത്ര കാറ്റടിച്ചാലും പറന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അടക്കം പറന്നു പോയാൽ മാത്രമാണ് നമ്മുടെ ഒരു ഓട് പോകത്തുള്ളൂ. സാധാരണ ആളുകൾക്ക് നാനോ സെറാമിക് റൂഫുകളെ കുറിച്ച് ഉണ്ടാവുന്ന ചില സംശയങ്ങൾ കൂടെ തീർച്ചയായിട്ടും ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിന് എത്ര കാലം വാറണ്ടി നിങ്ങൾക്ക് നൽകാൻ? നമ്മൾ 20 ഇയർ കസ്റ്റമേഴ്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത്, നമുക്ക് വാറണ്ടി പീരീഡിൽ നമ്മൾ 2-3 കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളെ സ്ലോപ്പ് നമുക്ക് 28 ഡിഗ്രിക്ക് മുകളിൽ വേണം ആയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 2, നമുക്ക് 1.25 പൈപ്പാണ് വേണ്ടത് നമുക്ക് പർലിങ് അടിക്കാൻ വേണ്ടത്. അത് നമുക്ക് 18 കേജോ 16 കേജോ ആയാലും പ്രശ്നമില്ല. 1.25 പൈപ്പ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ ടീമുണ്ട്. അവർ പറയുന്ന ഒരു സ്ക്രൂ ഉണ്ട്. ചിലർ സ്ക്രൂ മാറ്റിയടിക്കും. അതായത് ലോക്കൽ ഫാബ്രിക്കേറ്റർ പറയും ഈ സ്ക്രൂ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ് അടിക്കും. അപ്പോൾ നമുക്ക് സാധാ സെൽഫ് ത്രെഡ് സ്റ്റാർ സ്ക്രൂ 1 ഇഞ്ചിന്റെ സ്ക്രൂ ആണ് നമ്മൾ അടിക്കേണ്ടത്, ഫോളോ ചെയ്ത് അടിക്കണം. അത് മാത്രമേ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം അവർക്ക് വിരിക്കുന്നതിന് മുമ്പ് കോൾ ചെയ്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഫാബ്രിക്കേറ്റർക്കോ കസ്റ്റമർക്കോ വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാവുന്നുള്ളൂ. ഇത് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിൽ പായൽ വരാനുള്ള സാധ്യതയുണ്ടോ? വെള്ളം അബ്സോർബ് ചെയ്താലാണ് പായൽ ഉള്ളിലോട്ട് വരത്തുള്ളൂ. അതായത് പായൽ വെള്ളം ഇരുന്നാൽ മാത്രമേ പായലിന് വളരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പായൽ വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന്റെ മുകളിൽ പൊടി അല്ലെങ്കിൽ ഒരു ചോല, ഒരു മരത്തിന്റെ ഇലയൊക്കെ വന്നിരുന്ന് ചോല വന്ന് അതുമ്മേ പൊടി വന്നിരുന്ന അതുമ്മ നമുക്ക് വേണമെങ്കിൽ ഫംഗസ് പിടിക്കാന്ന് പറയാം. പക്ഷെ അതൊരിക്കലും പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങത്തില്ല. നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്ത് അത് ഈസി ആയിട്ട് മാറ്റാം. നമുക്ക് പ്രഷർ പമ്പ് വെച്ച് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് കയറി നടന്ന് ചെയ്യാവുന്നതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം. നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് ഇപ്പം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പോഴത്തെ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഓഫീസിലേക്കാണ് കോൾ വരുന്നത്. നമ്മുടെ ഏരിയ സെയിൽസ് മാനേജേഴ്സും നമ്മുടെ സ്റ്റാഫുകളും കേരളത്തിലുടനീളം ഉണ്ട്. അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെന്ന് സംസാരിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മളിപ്പോൾ സെയിൽ വരുന്നത്. നമ്മൾ അധികം വൈകാണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഷോറൂമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പകുതിയോളം ജില്ലകളിൽ നമ്മുടെ ഷോറൂമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റുള്ള ആൾക്ക് അവിടെ നമുക്ക് ഷോറൂമുണ്ട്, കാസർഗോഡുള്ള ആൾക്ക് കണ്ണൂർ ഷോറൂമുണ്ട്, തിരുവനന്തപുരമുള്ള ആൾക്ക് പത്തനംതിട്ട, കൊല്ലം ബേസിൽ നമുക്ക് ഷോറൂമുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഷോറൂമുകളുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഏതായാലും നാനോ സെറാമിക് ഓടുകൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ നാനോ സെറാമിക് ഓടുകൾ ഇൻസ്റ്റാൾ ചെയ്ത വീട്ടിലുള്ള വീട്ടുകാരുടെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അവരോട് കൂടെ അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കാം. ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഉടമ സാജൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് ഈ വീടിൻ്റെ സെറാമിക് ഓടുകൾ വെച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒന്ന് നമുക്കൊന്ന് ചോദിക്കാം. സാർ ഈ വീട് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനുശേഷം അതിന് മുകളിലാണ് നാനോ സെറാമിക് ഓടുകൾ വെച്ചിട്ടുള്ളത്. സാർ ഈ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിലും അവരുടെ സർവീസിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സാർ എന്തുകൊണ്ടാണ് നാനോ സെറാമിക് ഓടുകൾ തന്നെ വീടിൻ്റെ മുകളിൽ റൂഫ് ടൈലായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്? ഞാൻ സെറാമിക് ഓടുകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പല വീടുകളും പോയി കാണാനിടയുണ്ടായി. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ് വരുന്നുണ്ട് ഇതിൽ. അത് വെച്ച് നോക്കുമ്പോൾ നാനോ സെറാമിക് വെയിറ്റ്ലെസ് ആണ്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇത് ചൂട് ഒത്തിരി കുറവുണ്ട്. അകത്ത് ഒത്തിരി കുറവുണ്ട്. നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒരു 100, 110, 120 പേരോളം ഈ ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചൂടുണ്ടായിട്ടില്ല. അത് നമുക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇത് നിലത്തിയാടെ പൊട്ടില്ല എന്നൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഇവരെന്നെ കാണിച്ചു തന്നായിരുന്നു. സെറാമിക് ഓടുകൾ പൊട്ടിപ്പോവും. ഇത് ഈ സാധനം എന്തായാലും പൊട്ടിപ്പോവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വന്ന് ചാടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ല. മറ്റൊരു കാര്യം, അത് കമ്പനി പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം അത് അറിയില്ല, ഇതിനകത്ത് പായൽ പിടിക്കില്ല എന്നുള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മഴയുടെ ഒരു സീസൺ കഴിഞ്ഞാലാണല്ലോ നമുക്ക് അറിയാൻ പറ്റും. ബാക്കി കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ.
താങ്ക് യു. നമ്മളൊരു കസ്റ്റമറുടെ റിവ്യൂ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സാജൻ സാറിൻ്റെ ഈ വിലയേറിയ അഭിപ്രായം നമ്മൾ ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു സാർ. ഈ വീട്ടിലെ മാഡവും മകളും നമ്മളിപ്പോൾ ഉണ്ട്. അവരുടെ ഫീഡ്ബാക്ക് കൂടെ നമുക്കൊന്ന് എടുക്കാം. മാഡം, ഈ വീട് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നാനോ സെറാമിക് ഓട് വെച്ചിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ മുകളിലോട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു മാറ്റം എന്താണ്? നാനോ സെറാമിക് ഓട് വെച്ചതിന് ശേഷം തണുപ്പ്, ചൂട് അനുഭവപ്പെടുന്നില്ല. വീടിനകത്ത് നല്ല തണുപ്പുണ്ട്. അത് ശരിയാ. ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഫംഗ്ഷൻ ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോഴൊന്നും ചൂടിന്റെ പ്രശ്നങ്ങളില്ല? ചൂടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ പർലിനുകളും റാഫ്റ്ററുകളും കൊണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ ഏത് സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഏത് ആംഗിളിലാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരുമോ? നമുക്ക് ബീം സെക്ഷൻ എല്ലാം വരുന്നത് 4x2 ആണ്. 100x50 എന്ന് പറയുന്ന ട്യൂബാണ്. ഇത് GP സ്ക്വയർ ട്യൂബാണ്. GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡർ കോട്ട് ഗാൽവനൈസ്ഡ് ട്യൂബാണ്. പിന്നെ റാഫ്റ്റർ വരുന്നത് നമുക്ക് 3x1.5, അതായത് 80x40, അതാണ് ട്യൂബ് വരുന്നത്. പിന്നെ പെർലിംഗ് വരുന്നത് 40x20, 1.25, അങ്ങനെ ആ ട്യൂബിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ അപ്പോളോയുടെ ട്യൂബാണ് GP സ്ക്വയർ ട്യൂബാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നാനോയിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. നാനോ സിറാമിക് റൂഫിംഗ് ടൈൽസിൽ 2 ഹോൾസ് ഉണ്ട്, 2 സ്ലോട്ട്സ് ഉണ്ട്. ഈ ഹോൾസിൽ നമ്മൾ പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഈ സ്ലോട്ട് വരുന്നത് നമുക്ക് ടൈലിൻ്റെ ബാക്കിലായിട്ട് 2 ലെഗ് ഉണ്ട്. ഈ ലെഗിലേക്ക് ടൈല് ഇതുപോലെ ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ചെയ്തേക്കും. അപ്പോൾ ഈ സ്ക്രൂ താഴെയുള്ള ടൈല് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇറക്കിയിട്ടു. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡ് അനങ്ങേണ്ട കാര്യമില്ല. പിന്നെ മുകളിൽ നമ്മൾ അടുത്ത പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്ത് പോകണം. ഇനി നമ്മൾ പർലിങ് എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് പർലിങ്. ഇത് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ കിടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്ത പർലിങ്ങിന്റെ ഔട്ട് സൈഡിൽ നിന്ന് സെക്കൻഡ് പർലിങ്ങിന്റെ സെന്റർ വരെ അത് നമ്മൾ 18 സെന്റിമീറ്റർ അറേഞ്ച് ചെയ്യുക. 18 സെന്റിമീറ്റർ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ടൈലിന്റെ 12 സെന്റിമീറ്റർ റൂഫിന് വെളിയിലേക്ക് നിൽക്കും. അപ്പോൾ ഗട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗട്ടറിന്റെ സെൻട്രലായിട്ട് വരും. പിന്നെ വരുന്ന ഓരോ പർലിങ്ങും നമ്മൾ സെന്റർ ടു സെന്റർ 24.5 സെന്റിമീറ്റർ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ബാക്കി എല്ലാ പർലിങ്ങും ലേ ചെയ്യാം. അതിൽ അളവിൽ ലേ ചെയ്ത് പോയാൽ മതി. ട്രസ് അടിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ട്രസ് അടിക്കുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ളത്. നമുക്ക് ഏത് ആംഗിളിൽ ട്രസ് അടിക്കാൻ സാധിക്കും? ട്രസ്സിന്റെ ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 28 ഡിഗ്രി മുതൽ 52 ഡിഗ്രി വരെയുള്ള ആംഗിളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. 28 ഡിഗ്രി താഴേക്ക് നമ്മൾ ഒരു ടൈലും ലേ ചെയ്യാറില്ല. എല്ലാ ടൈലും 28 ഡിഗ്രിക്ക് മുകളിലേക്കാണ് ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇടയിൽ വരുന്ന ഒരു അളവ് നമ്മൾ ചൂസ് ചെയ്യാവുന്ന. അതേപോലെ മറ്റൊരു കാര്യമാണ് വാലി വരുന്ന പോർഷനുകൾ, അതായത് 2 മടക്കുകൾ വരുന്ന പോർഷനുകളിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അതേപോലെ നമ്മൾ മുകളിൽ റിഡ്ജ്, നമ്മുടെ മോന്തായം വരുന്ന ഭാഗങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഈ നാനോ സെറാമിക് ഓടുകൾ വിരിക്കേണ്ടത്? വാലി പോർഷനിൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മറ്റുള്ള ഓട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ വാലിയിൽ നമ്മൾ അടിയിൽ അലുമിനിയം സിങ്കും കൂടെ മിക്സ് ചെയ്ത് ഏതെങ്കിലും ഷീറ്റ് ഉപയോഗിക്കുക, കോയിലായിട്ട് വരുന്നത്. എന്നിട്ട് അത് ഓട് സാധാരണ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മെറ്റൽ കട്ട് ചെയ്യുന്ന വീലിൽ ഈ ഓട് കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ മെറ്റൽ കട്ട് ചെയ്യുന്ന വീലിലും കൊണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്യാവുന്നതാണ്. ജോയിന്റ് ക്ലിയർ ആയിരിക്കും, കറക്റ്റ് ഗ്യാപ്പിൽ നമുക്ക് മനസ്സിലാവില്ല. റിഡ്ജുകളുടെ കാര്യത്തിൽ, റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹിപ്പ് എൻഡ് എന്ന് പറയുന്ന റിഡ്ജ് ഉണ്ട്. അതിനുശേഷം പിന്നെ റിഡ്ജസ് നമ്മൾ അറേഞ്ച് ചെയ്ത് മുകളിലേക്ക് പോവാണ്. റിഡ്ജസിന് നമ്മൾ സെപ്പറേറ്റ് ഒരു പർലിങ് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് പർലിങ്ങിലേക്ക് റിഡ്ജസും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. വേറെ നമുക്ക് അവിടെ സിമെന്റോ സിലിക്കോണോ അങ്ങനെയുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റിഡ്ജ് ജോയിന്റ് നമ്മൾ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ടൈൽ ലേ ചെയ്ത് വന്നതിന് ശേഷം ഇങ്ങനെ ജോയിന്റ് വരില്ലേ റിഡ്ജിന്റെ ടോപ്പിൽ, അവിടെ നമുക്ക് ടാർഫൽറ്റോ അല്ലെങ്കിൽ ഫിഗറോൾ ടേപ്പ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അത് ശരിയാണ്. ശരി, ഏതായാലും നമുക്ക് ആവശ്യത്തിനുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പനിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ടാവും.
ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നാനോ സെറാമിക് ഓടുകൾ വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഒരു ഫീല് എത്രത്തോളമാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നാനോ സെറാമിക് ഓടുകൾ വെച്ച ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം. ഇതേപോലെ ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ